നമസ്കാരം, പെൺവോട്ടിലേക്ക് സ്വാഗതം. പ്രളയത്തിന്റെ താഴ്ചയിൽ നിന്ന് ദൃഢനിശ്ചയം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂരും. ഈ പെൺവോട്ട് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ഈ എപ്പിസോഡ് മഹാപ്രളയത്തിന് ശേഷം കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ പ്രളയാനന്തര പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്കാണ് ഇവിടുത്തെ പെൺവോട്ടർമാർ നൽകുക? പ്രളയാനന്തര വാഗ്ദാനങ്ങളിൽ എത്ര നടപ്പായി? ഇനിയൊരു പ്രളയം ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണം? പ്രളയത്തിന് ശേഷം നഷ്ടപ്പെട്ട തൊഴിലുകൾ എങ്ങനെ വീണ്ടെടുക്കും? പെൺവോട്ട് ചോദിക്കുന്നു. കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ പ്രളയാനന്തര പ്രവർത്തനങ്ങൾക്ക് ആർക്ക് കിട്ടും കൂടുതൽ മാർക്ക്? പെൺവോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അതിഥികളായി നമുക്കൊപ്പം ചേരുന്നു 3 രാഷ്ട്രീയ മുന്നണികളുടെയും വനിതാ വ്യക്തിത്വങ്ങൾ. ഇടതുപക്ഷത്ത് നിന്ന് KJ ഷൈൻ, UDF-ൽ നിന്ന് വത്സല പ്രസന്നകുമാർ, BJP-യുടെ ഡോക്ടർ ആശാലത. ഒപ്പം നാടിനെ അറിയുന്ന നാട്ടുകാരികളും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അതിഥികളിലേക്കാണ് സാധാരണ വരാറ്, പക്ഷെ ഇത്തവണ ആദ്യം ഓഡിയൻസിലേക്ക് പോയിട്ടാണ് ഞാൻ അതിഥികളിലേക്ക് വരുന്നത്. പ്രളയത്തിന് ശേഷമാണ് കേരളം തെരഞ്ഞെടുപ്പിന് എത്തുന്നത്, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ എത്ര മാർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം എന്ന് തോന്നുന്നില്ല. പ്രളയാനന്തര പ്രവർത്തനങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അത് നിർണായകമാകുമോ? അതിനെക്കുറിച്ച് ആലോചിക്കുമോ? തീർച്ചയായിട്ടും അത് നിർണായകമായിരിക്കും. കാരണം ഈ പ്രളയാനന്തര പരിപാടികളിൽ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും പ്രളയാനന്തരം തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രളയാനന്തര പ്രവർത്തനങ്ങൾ അതിൽ നിർണായക സ്വാധീനമുണ്ടാവും. പക്ഷേ പ്രളയാനന്തരം എന്താണ് ആര് പറഞ്ഞതാണ് നടപ്പാക്കപ്പെടാഞ്ഞത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് വരെയും രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രളയമാണ് കേരളത്തിലുണ്ടായത്. എന്നിട്ട് അതിനെ ഏറ്റവും ദൃഢനിശ്ചയത്തോടെ നേരിടാനും അതിൽ നിന്ന് അതിജീവിക്കാനും കഴിഞ്ഞു. ആ അതിജീവനത്തിന് ഒപ്പം നിൽക്കേണ്ടവർ എന്താണ് ചെയ്തത്? രാജ്യം ഭരിക്കുന്നവർ എന്താണ് ചെയ്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് കൂടി പറയണം. കാരണം പ്രളയാനന്തരം നടന്ന രക്ഷാപ്രവർത്തനങ്ങളായാലും പുനരധിവാസ പ്രവർത്തനങ്ങളായാലും ഘട്ടം ഘട്ടമായി നിർണായകമായി നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ പ്രളയാനന്തരം എന്താണ് നടപ്പാക്കപ്പെടാതെ പോയത് എന്നുള്ളത് കൃത്യമായി എടുത്തു പറയണം. ശരി, നമുക്ക് ചോദിക്കാം. ഒരാൾ കൂടി ഓഡിയൻസ്. തീർച്ചയായിട്ടും ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ്. ഒരിക്കലും ഇത് നമ്മുടെ നാച്ചുറലായിട്ട് ഇവിടെ സംഭവിച്ച ഒന്നല്ല. പിന്നെ അതിന് അനുബന്ധമായിട്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രവർത്തിച്ചെന്നുള്ളത്, ഞാനിവിടെ റീബിൽഡ് കേരളയിൽ വർക്ക് ചെയ്തിരുന്ന കൃത്യമായും വർക്ക് ചെയ്തിരുന്ന ഒരു ആളാണ്. ഈ റീബിൽഡ് കേരളയിൽ തന്നെ അർഹതപ്പെട്ട ഒരാൾക്കും തന്നെ ഇതിൽ നിന്നും ഒരാനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമായ തെളിവ് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കൊടുങ്ങല്ലൂരിൽ തന്നെ നമ്മൾ ആദ്യം ഇവിടെ ഒരു സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് സെൽഫായിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർ നഗരസഭ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കൊടുങ്ങല്ലൂർ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയത് കൊടുങ്ങല്ലൂർ നഗരസഭയാണ് നമ്മുടെ ഈ മൊത്തം സംസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതിനോടനുബന്ധിച്ച് നമ്മൾ വീടുകൾ നോക്കിയിട്ട് റെഡ്, ഓറഞ്ച്, യെല്ലോ എന്ന് 3 വിഭാഗങ്ങളായി തിരിച്ച് വീടുകളെ തരംതിരിച്ചിരുന്നു. വീടുകളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ റീബിൽഡ് കേരള ഗവൺമെൻറ് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നതിന് ശേഷം അത് വളരെ തീർച്ചയായിട്ടും അതിൽ വളരെയധികം സാങ്കേതിക പിഴവുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അർഹതപ്പെട്ടവർക്ക് ഒരിക്കലും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഓരോ വീടുകളും തകർന്ന വീടുകളും കണ്ണീരോടെ തന്നെ നിൽക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുവരുന്നു. ഞാൻ അതിഥികളിലേക്ക് പോയ ശേഷം ശ്രീമതി വത്സല പ്രസന്നകുമാർ, കുറെ നടപ്പായില്ല, അല്ലെങ്കിൽ നടപ്പിലായവിടത്ത് തുല്യനീതി ഉറപ്പായില്ല, പല രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടും പ്രളയാനന്തര പ്രവർത്തനങ്ങൾക്കായി കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ? ഇന്നുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതിനൊരു സഹായം കിട്ടിയിട്ടില്ല.
ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോട്, ഞാനൊരു ജനപ്രതിനിധിയാണ്, അപ്പോൾ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോടോ പണമുള്ള ആളുകളോടോ ഒക്കെ ഞങ്ങൾ ചെന്ന് ഒരു സാമൂഹ്യ മനസ്ഥിതി, കാരുണ്യ മനസ്ഥിതി ഉള്ളവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു തയ്യൽ മെഷീൻ മേടിക്കാൻ പൈസ തരൂ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരു തയ്യൽ മെഷീൻ മേടിച്ചു കൊടുക്കോ, തറി മേടിച്ചു കൊടുക്കോ, ഇങ്ങനെയുള്ള നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ സഹായിക്കുന്നുണ്ട്. ആ സഹായത്തിനപ്പുറം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. 10,000 രൂപ പൂർണ്ണമായി കിട്ടാത്തവരുണ്ട്. ആ 10,000 രൂപ ഗവൺമെന്റ് ഭിക്ഷാപാത്രത്തിൽ ഭിക്ഷ കൊടുക്കും പോലെയാണ് ജനങ്ങൾക്ക് കൊടുത്തത്. ഈ നരകത്തിൽ നിന്ന് കരകയറാൻ 10,000 ഒന്നുമല്ല. പക്ഷെ ആ 10,000 കിട്ടാത്തവരെ എനിക്ക് ചുറ്റുമുള്ളവരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. 10,000 രൂപ കിട്ടാത്തവർ, അവർക്കെങ്കിലും 100% 10,000 കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയും? KJ ഷൈൻ, വർഗീയതയും സമുദായ ധ്രുവീകരണവും എല്ലാം ഇതിനോടൊപ്പം തന്നെ ഒലിച്ചുപോയ കുറച്ച് സമയം കൂടിയായിരുന്നു പ്രളയത്ത്. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പാണ്. ചെയ്തത് ചെയ്യാത്തത് എല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ വേണം വോട്ട് ചോദിക്കാൻ. ഉയരുന്ന ആരോപണങ്ങൾ അതൊരു രാഷ്ട്രീയം മാത്രമാണോ? ഏതാണ്ട് 6-7 ലക്ഷത്തോളം പേര് ഈ ദുരന്തത്തിന് നേരിട്ടവരാണ്. അവരൊക്കെ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോ കിറ്റുകൾ കൊടുത്തുകൊണ്ട് 16-18 ഇനം സാധനങ്ങൾ ഓരോ കിറ്റ് കളക്ടറേറ്റ് മുഖേന ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ശേഖരിച്ചുകൊണ്ട് ആ കിറ്റുമായി അവർ വന്നു. മാത്രമല്ല അതിൽ ഭക്ഷണ കിറ്റ് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം കപ്പ് ബക്കറ്റ് പോലുള്ള പ്രാഥമികമായി ഒരു വീട്ടിലേക്ക് ഒരു ദുരന്തം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇതൊക്കെ കൊടുത്തു. മാത്രമല്ല അതിനുശേഷം ഗവൺമെന്റ് പറഞ്ഞു 10,000 രൂപ അടിയന്തര ദുരിതാശ്വാസം. നിങ്ങൾക്കറിയാം 5 കൊല്ലം മുൻപ് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. നമ്മൾ ഇത് പറഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് 10,000 രൂപ ഈ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകളുടെ. ഇവിടെ കൊടുങ്ങല്ലൂർ താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനെടുത്ത കണക്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് 23,500 പേർക്ക് 10,000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനപ്രതിനിധികൾ, ഇപ്പൊ ഞാനൊരു ജനപ്രതിനിധിയാണ്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഒരു ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളായിട്ടുള്ളവർ, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ ഉള്ളത്. അപ്പൊ പോരായ്മകൾ ഉണ്ട് ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റ് പ്രളയത്തെ നേരിട്ടത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രളയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അതുപോലെ റിഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഇപ്പോൾ അപർണിവിടെ ആദ്യം സൂചിപ്പിച്ച ഒരു ചോദ്യമുണ്ട്, എത്ര മാർക്ക് കൊടുക്കും? തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ അത് രാഷ്ട്രീയം നോക്കാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ 90 മാർക്ക് കൊടുക്കും. എന്താ 10 കുറച്ചെന്ന് വിചാരിച്ചാൽ പോരായ്മയുണ്ട്? 90% മാർക്ക് ഈ ഗവൺമെന്റിന്. റൈറ്റ്. ഡോക്ടർ ആശാലത, ആ 90 മാർക്കും അവകാശപ്പെടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് KJ ഷൈൻ പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇങ്ങനെ ഒരു പരിപാടി, ഓഗസ്റ്റ് അവസാനം ഇങ്ങനെ ഒരു പരിപാടി, ഓഗസ്റ്റോ സെപ്റ്റംബറോ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലുമായിരുന്നില്ല. എവിടെയും യാചിക്കാതെ മുട്ടുമടക്കാതെ കൃത്യമായി ഒരു ഭരണകൂടം ഒരു ജനതയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഒപ്പം എന്തെല്ലാം തന്നില്ല എന്ന ചോദ്യങ്ങൾ കേന്ദ്രത്തിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഇടതുപക്ഷ സർക്കാരിന് മാത്രം അവകാശപ്പെടുന്നതാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷത്തിന് ഒട്ടും തന്നെ അവകാശപ്പെടുവാൻ എത്രമാത്രം അർഹതയുണ്ട് എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം ഈ നാട്ടിൽ നടന്നപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ ഈ സർക്കാർ തന്നെ ഈ ദുരന്തം ഉണ്ടാക്കിയതാണോ, അത് നാച്ചുറലി ഉണ്ടായതാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഇത്ര 8 മാസം കഴിഞ്ഞിട്ട് ഈ ദുരന്ത കാരണം എന്തെങ്കിലും ഈ സർക്കാർ അന്വേഷിച്ചോ? ഈ ഇടതു വലത് സർക്കാരുകൾ മാറി മാറി ഭരിച്ച ഈ സംസ്ഥാനത്ത് 54 ഡാമുകളുണ്ട്. ഈ ഡാം മാനേജ്മെന്റിന് എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ? ഈ ഡാമുകൾ എങ്ങനെ നിറയും, എപ്പോ നിറയും, നിറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നെല്ലാം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ നാട്ടില് ഇടതു വലത് സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതൊന്നും കണക്കാക്കാതെ ഒരു പാതിരാത്രിക്ക് 34 ഡാമുകൾ തുറന്നുവിട്ട് ആളുകൾ തലയ്ക്ക് മുകളിൽ വെള്ളം എത്തിയപ്പോഴാണ് ഇവിടെ ഡാം തുറന്നു എന്ന കാര്യം മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഏകോപനത്തില് ഒരു ദിവസത്തിനകം തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിരൺ റിജു വന്നപ്പോൾ അപ്പോൾ തന്നെ 150 കോടി രൂപയാണ് പ്രാഥമികമായിട്ട് അനുവദിച്ചത്. രണ്ടാമതെത്തിയ ആഭ്യന്തരമന്ത്രി വീണ്ടും ഒരു 200 കോടി അനുവദിച്ചു. അതിനു പുറകെ ഓഗസ്റ്റ് 18 വന്ന പ്രധാനമന്ത്രി
500 കോടി അനുവദിച്ചു. അത് പോരാത്തതിന് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആ സംസ്ഥാനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അവരാൽ താങ്ങുന്ന അത്രയും കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ദുരിത നിവാരണത്തിനായി നൽകിയത്. അതിനൊപ്പം തന്നെ ഇതെല്ലാം മറക്കുവാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ശബരിമല വിഷയം എടുത്തുകൊണ്ടുവന്നു. അതോടുകൂടി പ്രളയത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾ മറക്കും എന്നാണ് വിചാരിച്ചത്. ഇത് ഒരു കാലത്തും മറക്കാൻ പോകുന്നില്ല. ശബരിമല വിഷയം ആര് ഉയർത്തിക്കൊണ്ടുവന്നു? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ലേ പങ്ക്? ആര് ഉയർത്തിക്കൊണ്ടുവന്നു? ശബരിമല വിഷയം സുപ്രീം കോടതി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇത്രയും വഷളാക്കിയത് അല്ല, അത് രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നതിൽ BJPക്ക് പങ്കില്ലേ? BJPക്ക് രാഷ്ട്രീയമായിട്ടല്ല, ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് BJP മുന്നോട്ട് വന്നത്. നമുക്കറിയാം, ഭരണഘടന നൽകുന്ന അവകാശമാണ് നമ്മുടെ വിശ്വാസം എന്നത്. ആ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന ഒരു സർക്കാരിന്റെ കടമയാണ്. അതിന് പകരം അതിനെ തച്ചു തകർക്കാൻ 5000 പോലീസുകാരെ വെച്ച് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സംഭവം നടക്കാത്ത ശബരിമലയിൽ വിശ്വാസികളെ ആയിരക്കണക്കിന് 100 കണക്കിന് വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത്, ഭക്തജനങ്ങളെ അറസ്റ്റ് ചെയ്ത് അവരുടെ വിശ്വാസങ്ങളെ തകർക്കാനായിട്ട്, ഇവിടുത്തെ സംസ്കാരത്തെ തകർക്കാനായിട്ടാണ് LDF സർക്കാർ. ഷൈൻ ടീച്ചറിനോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഹൃദയത്തിൽ തൊട്ട് തന്നെ അതിന്റെ മറുപടി എനിക്ക് തരണം. നമ്മുടെ പ്രളയം ഇവിടെ ഉണ്ടായപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇവിടെ ഈ പാവപ്പെട്ട വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കാനുണ്ടായില്ല. അന്ന് നമ്മുടെ തിരുവനന്തപുരം ലാറ്റിൻ സഭയുടെയും കൊല്ലം ലാറ്റിൻ സഭയുടെയും മത്സ്യത്തൊഴിലാളികളും സംഘടനാ പ്രതിനിധികളും വന്നാണ് നമ്മുടെ പാവപ്പെട്ട ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. അന്ന് സർക്കാരിൻ്റെതായ യാതൊരു നിലപാടുകളും യാതൊരു നടപടികളും ഈ കേരളത്തിലെ വെള്ളത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കും ഉണ്ടായില്ലെന്ന് സത്യമായിട്ട് ഞാൻ പറയാണ്. ടീച്ചർ പറവൂര് വടക്കുംപുറം ഭാഗത്ത് നിന്ന് എത്രയോ അഭയാർത്ഥികള് കൊടുങ്ങല്ലൂരായിരുന്നു ക്യാമ്പില്. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ ടീച്ചർ പറഞ്ഞല്ലോ ഗൂഗിളിൽ അടിച്ചു നോക്കാൻ. ടീച്ചറെ, ഞങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കണ്ട, ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി. എത്ര പേര് വെള്ളത്തിൽ കഷ്ടപ്പെട്ടിട്ട് മറുതുണിയില്ലാതെ, സ്ത്രീകൾ, കുഞ്ഞുങ്ങളും അമ്മമാരും വൃദ്ധരും വയസ്സായവരും. അത് ഗൂഗിളൊന്നും വേണ്ട. ഇവിടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കണ്ണുകൾ മാത്രം മതി, മനസ്സുള്ള കണ്ണുകൾ വേണം. അല്ലാതെ ഗൂഗിളും നല്ല മുഖ്യമന്ത്രിയുടെ ഈ പ്രശ്നങ്ങളെ വൈകാരികമായി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഗൂഗിളിൽ അടിച്ചു നോക്കാൻ പറഞ്ഞത് അവിടെ കൃത്യമായി കളക്ടറേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതിവിവര കണക്കുകൾ കിട്ടും. അതുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് വൈകാരികമായുള്ള ഒരു പ്രശ്നത്തെ കാണേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടെ അപർണ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ എല്ലാ ജനങ്ങളും ജാതിയും മതവും ലാറ്റിനും സിറിയനും നോക്കിയിട്ടല്ല ഈ പ്രളയ ദുരിതാശ്വാസത്തെ നേരിട്ടത്. മനുഷ്യരാണ് പ്രളയ ദുരന്തത്തെ അഭിമുഖീകരിച്ച് സഹായിച്ചത്. അതിൽ ലാറ്റിനും ആ മനസ്സ് തന്നെ ശരിയല്ല, അങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല. മനുഷ്യന്റെ ദുരന്തത്തിൽ ഇടപെട്ട മനുഷ്യത്വം. നമ്മൾ യുവത്വം അല്ലെങ്കിൽ യൂത്ത് സ്വാഭാവികമായിട്ടും ഈ 3 രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പ്രളയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് UDF ആയിരുന്നെങ്കിൽ, ഇതിനു മുമ്പ് ഇവിടെ സുനാമി വന്നിട്ടുണ്ട്, അതിനു മുമ്പും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു UDF ഗവൺമെന്റ് അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു LDF ഗവൺമെന്റ് 90% മാർക്കൊന്നും ഞങ്ങളാരും കൊടുക്കുന്നില്ല. ഒരു 70% മാർക്ക് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ LDF ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് 5 വർഷം ഭരിച്ചിരുന്നത് UDF ഗവൺമെന്റ് ആണ്. ആ ഒരു ഭരണത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു പ്രവർത്തനത്തെ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു ജനതയ്ക്കൊപ്പം, ഇവിടെ ചേച്ചിമാർ വളരെ വൈകാരികമായിട്ട് കുറെ സംസാരിച്ചു, കണക്കുകളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും ഈ പ്രളയത്തിൽ ബാധിതരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം വീടിന്റെ സൺസൈഡിന് മുകളിലൂടെ വെള്ളം പോയിരുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഗവൺമെന്റ് അതോറിറ്റികളൊന്നും ഈ പറയുന്ന രീതിയിൽ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിന്റെ അതോറിറ്റികളാണ് വില്ലേജ് ഓഫീസുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ കൃത്യമായി ഇടപെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇവിടെ ദുരന്ത നിവാരണ സേനയടക്കം
കൃത്യമായി ഇടവിട്ടിട്ടുള്ള ഒരിടം കൂടിയാണ് ഈ പറയുന്ന കൊടുങ്ങല്ലൂരും അതിന്റെ തീരദേശ മേഖല. അതിനേക്കാൾ ഉപരി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇവരെല്ലാം എന്തുകൊണ്ട് വന്നു എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് എല്ലാ സ്ഥലങ്ങളിലും വന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്ന് ഒരു ആഹ്വാനം കൊടുക്കാനും അതുപോലെ തന്നെ ഈ ചെളിയും ഇതും നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ കണ്ട് ബോധം കെട്ട് വീണ ഒരുപാട് വീട്ടമ്മമാരുണ്ടായിരുന്നപ്പോൾ അവരോടൊരു മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുകയാണ് ഞങ്ങളുണ്ട് ഒരുമിച്ച് അടക്കാന്ന് പറയുന്നത്. അതെന്തായാലും UDF-ന്റെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ ആരും ചെങ്ങന്നൂരിന്റെ MLA രാഷ്ട്രീയം കളിക്കരുത് എന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. വെള്ളം 2 നില മുക്കി മുകളിൽ കയറിയപ്പോഴും സൈന്യത്തിനെ രക്ഷിക്കാനായിട്ട് ഉത്തരവ് കൊടുക്കാതെ താമസിപ്പിച്ച മുഖ്യമന്ത്രിയോട് അവിടുത്തെ തന്നെ LDF-ന്റെ MLA ആണ് പറഞ്ഞത് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് എന്ന്. പ്രളയം വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രളയം വന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത്, അതായത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മഴ ആ സമയത്ത് വരികയും കൃത്യമായിട്ട് കേരളത്തിന് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാത്തതിന്റെ ആ വൈകിയത് മൂലം അത്തരത്തിലുള്ള ഒരു വലിയ അല്ലല്ല അത് വൈകിയത് മൂലം തന്നെ മാത്രമല്ല കൃത്യമായിട്ട് ഞാനൊന്ന് പറയട്ടെ മഴ പെയ്തത് മാത്രമല്ല നമ്മുടെ അന്ധമായിട്ടുള്ള വികസനം കാരണം ഈ തോടുകളും പുഴകളും അല്ലെങ്കിൽ കായലുകളും തണ്ണീർത്തടങ്ങളും എല്ലാം നികത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു അന്ധമായ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വലിയ പ്രളയം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. അതല്ല വെള്ളം കൂട്ടിവെച്ച കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡാം തുറന്നുവിടാത്തത്. കേരളം ഇന്നേ വരെ കാണാത്ത ഒരു പ്രളയം അല്ലല്ല അതിനെ ഞാൻ പറയട്ടെ ഈ കേരളത്തിന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്യുന്നില്ല, അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തില് വലിയ രീതിയിലുള്ള ഈ പ്രളയം വന്ന് അതിന് ചങ്കൂറ്റത്തോടുകൂടി നേരിട്ടുകൊണ്ട് ഒരു മത നിരപേക്ഷമായിട്ട്, അതായത് മാനവികത മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മനസ്സുകളെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ തരണം ചെയ്തുവെങ്കിൽ ആ സമയത്ത് കേരളത്തിന് ഈ ദുരിത നിവാരണത്തിന് വേണ്ടിയിട്ട് സഹായം കൊടുക്കേണ്ട അതിന് പകരം കേന്ദ്രം അവരോട് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ തടയിടുകയും ഇവിടെ സൈന്യത്തിന് ഇറക്കാൻ വേണ്ടി അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ സൈന്യമല്ല വരേണ്ടത്, ഇവിടെ വരേണ്ടത് മത്സ്യത്തൊഴിലാളികളാണ്. കേരളത്തിന്റെ പൾസ് അറിയുള്ളൂ. രണ്ടാരോപണങ്ങൾ അത് ചോദിച്ചുകൊണ്ട് ഏതായാലും BJP-യുടെ ഒരു പ്രതിനിധിക്ക് ചർച്ചയിൽ ഒന്ന്, കേന്ദ്രം കണ്ണ് അടച്ചു നിന്നു പല സമയങ്ങൾ എന്നുള്ളത്. രണ്ടാമത്തത്, ബോട്ട് ഓൺ അക്കൗണ്ടിന് പകരം മോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിൽ വാഗ്ദാന പെരുമഴയായിട്ടും പ്രളയത്തിൽ തകർന്ന ഒരു സംസ്ഥാനത്തിന് വേണ്ടി എന്തായിരുന്നു നീക്കിവെച്ചത്? ഇത്തരം ചില ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നല്ലോ. പ്രളയത്തിൽ മുങ്ങിയ ഓരോ മരിച്ച വ്യക്തിക്കും 2 ലക്ഷം രൂപ അപ്പോൾ തന്നെ അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തു. പോരാത്തെ 50,000 രൂപ അവരുടെ ഇവർക്ക് 50,000 രൂപ കൊടുത്തു. ഈ 10,000 രൂപയിൽ 3,200 രൂപ കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷനാണ്. ഇവിടത്തെ റോഡ് നന്നാക്കാനായിട്ട് സഡക് നിർമ്മാണ ഇത് വെച്ചിട്ട് ഇവിടെ എല്ലാ റോഡുകളും നന്നാക്കാനായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് പദ്ധതി ഒന്നും തന്നെ ഇവര് കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ മുൻ കൗൺസിലർ ചെയർമാൻ കൂടിയായിട്ടുള്ള വത്സല ചേച്ചി പറഞ്ഞൊരു കാര്യത്തോട് ബന്ധിപ്പിച്ച് ഇവിടെ ചിലർ പറയുന്നുണ്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്ന്. തീർച്ചയായും അത് രണ്ടർത്ഥത്തിൽ ഒരു കാര്യമുള്ളത്, നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുന്നത് എപ്പോഴും ജനാധിപത്യ പാർട്ടി എന്നാണ്. അപ്പൊ ജനാധിപത്യത്തിൽ മറ്റുള്ളവരെ പറയുന്നത് കേൾക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്, സഹിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ നിങ്ങളൊക്കെ സംസാരിച്ചത് ഞാൻ കേട്ടില്ലേ, നിങ്ങൾ സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ജനാധിപത്യത്തിന്റെ പ്രാഥമിക മര്യാദ എല്ലാവരും ഞാനടക്കം പാലിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഈ രീതിയിൽ മാൻമെയ്ഡ് ആണ് എന്ന് ചോദിച്ചാൽ മാൻമെയ്ഡ് ആണ്. കാരണം എന്താ, നമ്മൾ പരിസ്ഥിതിയെ നോക്കിയിട്ടില്ല, നമ്മുടെ താല്പര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ മാൻമെയ്ഡ് ആയിട്ടാണ്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, വേറൊരു കാര്യം സൂചിപ്പിച്ചത്, നമ്മൾ അപർണ ഒരു കാര്യം കൂടി എനിക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ല അപർണ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർത്ത് ഒറ്റയടിക്ക് ഉത്തരം പറയുന്നതായിരിക്കും എളുപ്പം തോന്നുന്നു എല്ലാവർക്കും കൂടെ. ഓഡിയൻസിലേക്ക് ഞാനൊരു കാര്യം പറയാം. ഞാൻ MSc ജോഗ്രഫി പഠിച്ച ആളാണ്. എനിക്ക് ഇപ്പൊ ഇവിടെ കുറെ നേരമായിട്ട് കാലാവസ്ഥക്കാർ അത് പറഞ്ഞു, കാലാവസ്ഥക്കാർ ഇത് പറഞ്ഞു, അവര് മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്.
സയന്റിഫിക്കലി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ അമ്മമാര് ഇവിടെ ഒരു ടീച്ചർ എണീറ്റ് ഒന്ന് സംസാരിച്ചപ്പോ അങ്ങനെയല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയല്ല എന്ന് പറയാനായിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഒരു കാരണങ്ങൾ ഉണ്ടാവും. അതെന്താണെന്ന് ഇവിടെ അല്ല എന്ന് പറഞ്ഞത്, അതായത് ഈ ദുരന്തം മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം എന്ന് അവർ പറയണം. ഇനി പ്രകൃതി ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ പറയുന്നു, കാരണം ഞാൻ അത് സയന്റിഫിക്കലി പഠിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ കുറെ അമ്മമാരിരുന്നുകൊണ്ട് ഇടതുപക്ഷത്തെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. 10,000 രൂപ കിട്ടാത്ത ഒരമ്മച്ചിമാരും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും 10,000 രൂപ കിട്ടാത്തത് ഇവിടെ ആരാ ഉള്ളേ? കൈവക്ക്, ഞങ്ങൾ ഇടപെടും. 10,000 രൂപ വെള്ളം കയറിയിട്ട് നിങ്ങൾക്ക് 10,000 കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരും ഈ ഗവൺമെന്റിൽ നിന്ന് കേട്ടോ. ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ അല്ല, കിട്ടാത്തവരുടെ കാര്യമുണ്ടെങ്കിൽ അവരുടെ വീഴ്ചയാണ്. അതായത് ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് നമ്മള് താലൂക്ക് ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നമ്മുടെ ഈ പ്രദേശത്ത് വന്നിരുന്നു കൊണ്ടാണ് ഓരോരുത്തരുടെയും കണക്കെടുത്തത്. 10,000 രൂപ. എല്ലാവരും പറയട്ടെ എന്താണ് പറയാനുള്ളത്? ആ ശാരദ ടീച്ചർ പറഞ്ഞു 3,200 രൂപ കേന്ദ്രത്തിന്റെയും ബാക്കിയുള്ളത് കേരളത്തിന്. അപ്പൊ കേരളത്തിന് ബാക്കി എന്തുണ്ടായിരുന്നു കൊടുക്കാനായിട്ട്? ടീച്ചർ പറയുന്നു എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കൊടുത്തോണ്ടിരുന്നു. അപ്പൊ കേരള മുഖ്യമന്ത്രിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ലേ? 3,200 രൂപ കേന്ദ്രം കോൺട്രിബ്യൂഷനാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിലൊരു കാര്യം, കണക്കനുസരിച്ച് ഏകദേശം 40,000 കോടിയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. 40,000 കോടിയുടെ നഷ്ടമുണ്ടായിട്ട് 5,000 കോടി ചോദിച്ച സമയത്ത് 600 കോടിയാണ് ആദ്യം തന്നത്. പിന്നെ ഇലക്ഷനും കാര്യങ്ങളും മുന്നിൽ കണ്ട് നമ്മൾ ചോദിച്ചതിന്റെ 3,600 കോടിയാണ് തന്നത്. അതായത് 3,000 കോടിക്ക് പ്രതിമയും 5,000 കോടിക്ക് ഇലക്ഷന്റെ പബ്ലിസിറ്റിയും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ അത് ചെയ്തത്. അതിന് ടീച്ചർ ഉത്തരം പറയാം. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ, അതായത് ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നു. മനുഷ്യനിർമ്മിതം പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനിൽ വന്നതല്ല. പറയട്ടെ, ഈ ചൂട് മനുഷ്യനിർമ്മിതമാണ്. അതിലിപ്പോ 3 പാർട്ടിയിലെ മെമ്പേഴ്സ് ഒരു വീട് വെക്കുമ്പോഴും ഒരു കാര്യങ്ങളിലും മരം വെട്ടുന്ന തൊട്ട് എല്ലാം അത് തന്നെയാണ്. പിന്നെ 8ാം ക്ലാസ് ഫിസിക്സ് ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും, മനുഷ്യനിർമ്മിതമല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, കേന്ദ്രം നമ്മളൊരു മുങ്ങിത്താഴുന്ന സമയത്ത് കൈ നീട്ടിയപ്പോ കയ്യിൽ കടിച്ചതാണ് ശരിക്കും. പിന്നെ ഈ തന്ന പൈസയിൽ നിന്ന് 103 കോടിയാണ് തിരിച്ചു വാങ്ങിയത്. എന്തിന്? അവരുടെ എയർഫോഴ്സിനെ വിട്ടതിന്. പിന്നെ അരിയുടെ കണക്കൊന്നും പറഞ്ഞ് വേറൊരു ബില്ല്. ഇനി ബാക്കിയുള്ള കണക്കുകൾ വരാൻ പോകുന്നുണ്ട്. ഇലക്ഷൻ കഴിയുമ്പോൾ അത് വാങ്ങിക്കോളും ഏത് ഗവൺമെന്റ് വന്നാലും. ഡോക്ടർ ആശാല, നമുക്ക് ചെറുതായിട്ട് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ബിജെപിയുടെ ഓഡിയൻസിലേക്ക് കൊണ്ടുപോ. മനുഷ്യനിർമ്മിതമാണ് എന്ന് പറഞ്ഞത് തീർത്തും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഡാമുകൾ നിറഞ്ഞു കവിയുമ്പോ ഈ വെള്ളം ഉപയോഗിച്ച് കൂടുതൽ കറണ്ട് ഉണ്ടാക്കി നമുക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാമെന്നായിരുന്നു ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ വിചാരം. അതിന്റെ ഭാഗമായിട്ട് സമയത്ത് ഡാമുകൾ തുറന്നുവിടാത്തത് കൊണ്ട് തന്നെയാണ് ഈ പാതിരാത്രിക്ക് ഡാം തുറന്നു വിടേണ്ടി വന്നത്. ഇനി 3,200 രൂപ കേന്ദ്ര സഹായം തന്നെയാണ്. പിന്നെ കേന്ദ്രം തരുന്ന ഓരോ സഹായത്തിന്റെയും കണക്ക് കേന്ദ്രം വെക്കും. അല്ലാതെ ഈ 40,000 കോടി രൂപയുടെ നഷ്ടം എന്ന് പറഞ്ഞത് 40,000 കോടി അപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല. ഓരോന്നായിട്ട് സാമഗ്രികളായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ട നിർമ്മാണമായിട്ട് എല്ലാം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്.